വ്യായാമം കൊടുക്കുന്നതിൽ കൂടെ മെക്സൺ അതിബൃഹത്തായ എക്സസൈസ് ആണ്. കാരണം നിങ്ങൾക്ക് ഇന്നർ ഓർഗൻസിന് കൂടി നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് കൂടിയുള്ള വ്യായാമം നമ്മൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക് കിട്ടി അതിന്റെ ഗുണം ലഭിക്കുന്നുണ്ട്. കിഡ്നിക്കും പാൻക്രിയാസിനും ഹെർട്ടിനും ലിവറിനൊക്കെ തന്നെ ഇതിന്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മുക്തമാൻ പര്യാപ്തമായിട്ടുള്ള ഒരു രീതിയാണ് മെക്സൺ. അത് വളരെ വേഗം ജനങ്ങൾ ഏറ്റെടുത്തു. കാട്ടുതീ പോലെ മുന്നോട്ട് പോയി. അത് തന്നെയാണ് എന്റെ വിജയം. വിമർശകരുണ്ട് നമുക്ക് മെക്സൺ. എങ്ങനെയാണ് ഈ സംവിധാനം എത്രയും പെട്ടെന്ന് വലുതായി വരുന്നതെന്ന് വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ ഏതെങ്കിലും സെന്ററിൽ പോയിട്ട് ഒരു 2 ദിവസമെങ്കിലും ചെയ്തതിനു ശേഷം വിമർശനം ഉന്നയിക്കണം എന്നാണ് എനിക്ക് പറയാൻ താല്പര്യപ്പെടുന്നത്. ഇത് വന്നിട്ട് നിങ്ങൾ കാണുക. വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ബഹുമാന്യനായ നമ്മുടെ ഡോക്ടർ സലാഹുദ്ദീൻ സാർ തുടക്കം കുറിച്ച മെക്സൺ എക്സസൈസിന്റെ തവനൂർ യൂണിറ്റ് 100 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ബഹുമാന്യരായ വിശിഷ്ടാതിഥികളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാന്യനായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് DK ബാബുരാജ് സാർ അവർകളും നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലുള്ള വാർഡ് മെമ്പർമാരും നമ്മുടെ മെക്സവന്റെ ഫൗണ്ടറും ബഹുമാന്യനായ സലാഹുദ്ദീൻ സാറും വൈസ് ക്യാപ്റ്റൻ UK മുഹമ്മദ് ഇഷ് സാറും അടങ്ങുന്ന മെക്സവന്റെ ഒരുപാട് ആളുകൾ നേതാക്കൾ നമ്മുടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. ഈ ചടങ്ങിൽ പ്രാർത്ഥനയാണ് ആദ്യമായി നടക്കുന്നത്. പ്രാർത്ഥന തുടങ്ങിയാണ്. എല്ലാവരും എഴുന്നേറ്റിരിക്കാം. നിൽക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റാണ്. ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിനേകാധിപനേ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമർദ്ധിപ്പതും തിരുമുന്നിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗഭ്രഷ്ടർ തൻ വഴിയിലുമല്ല. ആരം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. സദസ്സിലുമുള്ള ബഹുമാന്യരെ, തവനൂർ മുതലാക്കൽ മെക്സവൻ അതിൻ്റെ 100 ദിന ആഘോഷവും അതുപോലെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, രാവിലെ 6 മണിയോടുകൂടി നമ്മളെത്തി. പറ്റാവുന്നവരൊക്കെ ചെറിയ രീതിയിൽ കുറച്ച് സമയമെങ്കിലും ഗ്രൗണ്ടിലൊക്കെ നമ്മൾ നടന്നു. അതിനുശേഷം 6:20 നമ്മുടെ വ്യായാമ മുറകൾ ആരംഭിച്ചു. നമുക്ക് ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എഴുതിയിട്ട് നിൽക്കുന്നത്. അധിക കാര്യങ്ങളൊന്നും തന്നെ പറയാൻ ഈ സമയം അനുകൂലമല്ല എന്ന് എനിക്കറിയാം. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ബഹുമാന്യനായ ഈ മെക്സവൻ സംവിധാനത്തിൻ്റെ ഫൗണ്ടറും ക്യാപ്റ്റനുമായ ഡോക്ടർ സലാഹുദ്ദീൻ സാർ വേദിയിലുണ്ട്. അതുപോലെ ഇതിൽ പങ്കെടുക്കേണ്ട മറ്റൊരു വ്യക്തിത്വം ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ അറക്കൽ ബാബു സാറാണ്. അദ്ദേഹം ചടങ്ങിൽ പോയത് കൊണ്ടാണ് സാധിച്ചത്. പിന്നീട് ഇത് വൈസ് ക്യാപ്റ്റൻ UK മുഹമ്മദ് ഷാ സാറും അതുപോലെ ബന്ധപ്പെട്ട തുറക്കലിലെ
അതുപോലെ കിഴിശ്ശേരിയിലെ പറപ്പൂരിലെ സെക്കൻഡ് സൗത്ത് പാലക്കാട് ഉണ്ടക്കുളം തുടങ്ങിയ പല സ്ഥലങ്ങളിൽ നിന്നായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ വാർഡ് മെമ്പർമാർ ഉൾപ്പെടുന്ന ആളുകൾ വേദിയിലുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ചടങ്ങുകൾ നമുക്കിവിടെ വിശിഷ്ടാതിഥികളെ ആദരിക്കണം. അതുപോലെ പിന്നീട് നമ്മുടെ ഇവിടെ സ്ഥിരമായി ചെയ്യുന്ന 70 വയസ്സിലധികമുള്ള പ്രായമുള്ള 9 ആളുകളുണ്ട്. അവരെ നമുക്ക് ആദരിക്കേണ്ടതുണ്ട്. ഇതിന് ട്രെയിനിങ് കൊടുത്ത കിഴിശ്ശേരിയിലെയും അതുപോലെ ഇവിടുത്തെയും ട്രെയിനർമാരുണ്ട്. അവരെ നമ്മൾ ആദരിക്കണം. അതിൽ ലേഡീസ് ട്രെയിനർമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് മാത്രം പോവുകയാണ്. നമുക്കറിയാം മെക്സബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഫൗണ്ടറും വൈസ് ക്യാപ്റ്റനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കറിയാം 2012 അദ്ദേഹം ഇത് സംവിധാനിച്ചത് സലാഹുദ്ദീൻ സാർ. പിന്നീട് 2022 കൂടി രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങി. അങ്ങനെ 2024 എത്തി നിൽക്കുമ്പോൾ ഇത് കേരളത്തിന് പുറത്തും 1000-ഓളം സ്ഥലങ്ങളിൽ ഇന്ന് മെക്സറം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് ചെയ്ത് കാണിച്ചപ്പോൾ ഓരോന്നും ചെയ്യേണ്ട രീതികളെ പറ്റി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ വളരെ കറക്റ്റായി ആ വീഡിയോയിലൊക്കെ പറയുന്ന അദ്ദേഹം കാണിച്ചു തരുന്ന രീതിയിൽ വളരെ കൃത്യമായി നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണമുണ്ടാവും. നമുക്കറിയാം നമ്മളൊക്കെ ജീവിതശൈലി രോഗങ്ങളാൽ പ്രയാസപ്പെടുകയാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, നമ്മളൊക്കെ PSC ടെസ്റ്റ് നടക്കലാണ് നമുക്ക് കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ്. അങ്ങനെ ആ ടെസ്റ്റുകൾ നടത്തി അടിച്ച് കൃത്യമായ വ്യായാമ മുറകളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ശരീരം മോശപ്പെടുന്ന ഒരുപാട് രോഗങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അതിനൊക്കെ മറികടക്കുന്നതിന് വേണ്ടി 7ഓളം വിഭാഗത്തിൽപ്പെട്ട വ്യായാമ മുറകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 21 എക്സസൈസുകളാണ് ഇവിടെ ചെയ്യുന്നത്. 21 മിനിറ്റ് കൊണ്ടാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്ത് കാണിച്ച് പറഞ്ഞു തരുന്നതുകൊണ്ടും ഞാൻ വിശദമായി പോവുകയില്ല. നമുക്കറിയാം ഡോക്ടർ സലാഹുദ്ദീൻ സാർ, അദ്ദേഹം ഇതിൻ്റെ ഫൗണ്ടറാണ്, ക്യാപ്റ്റനാണ്. അദ്ദേഹം മിലിറ്ററിയിൽ നിന്ന് സേവനം പൂർത്തീകരിച്ച് നാട്ടിൽ വന്ന് ജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന, ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന ഭാവി തലമുറയെ രോഗമില്ലാത്ത ആളുകളായി ആരോഗ്യവാന്മാരെ നിർത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുത്തു. ഇന്ന് അദ്ദേഹം തിരൂരിൽ നമ്മുടെ കർമ്മശ്രേഷ്ഠ അവാർഡ്, APJ അബ്ദുൽ കലാം ഫൗണ്ടേഷന്റെ കർമ്മശ്രേഷ്ഠ അവാർഡ് വാങ്ങാൻ പോവുകയാണ് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാഹചര്യം അദ്ദേഹം ഈ വേദിയിലുണ്ട്. അവരൊക്കെ നമുക്ക് ആദരിക്കണം. അതുപോലെ ഈ സെന്ററിലെ 100ഓളം ആണുങ്ങളും അതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയ വനിതകളുടെ ട്രെയിനിങ്ങിൽ 50ഓളം സ്ത്രീകളും ഇവിടെ വ്യായാമം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊക്കെ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി, ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ അടുത്ത് വരുന്ന ഭാവിയിൽ വലിയ രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഈ സംവിധാനവുമായി നമ്മൾ സഹകരിക്കുന്നത്. നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO, നമ്മുടെ ലോകാരോഗ്യ സംഘടന പറയുന്നത് തന്നെ ആരോഗ്യമുള്ള ഒരു ജനതയാണ് സമൂഹത്തിന്റെ ആവശ്യം. ഹെൽത്ത് ഈസ് വെൽത്ത്, ആരോഗ്യമാണ് സമ്പത്ത്. അതിനെപ്പറ്റി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഒരു നിർവചനം തന്നെ നമുക്കുണ്ട്. ഹെൽത്ത് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കലി, സോഷ്യലി, മെന്റലി വെൽബീയിങ്. ഇറ്റ് ഇൻക്ലൂഡ്സ് an absence of disease to mobilize all the potentialities in an individual to the maximum level എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിനൊരു ഡെഫിനീഷൻ കൊടുത്തു. ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യം മാത്രമല്ല, ശാരീരിക, മാനസിക, സാമൂഹിക ആരോഗ്യം വേണം. ഒരു വ്യക്തിക്ക് ആ രോഗമില്ലാതിരിക്കണം. അതുപോലെ ഏത് രോഗം വന്നു കഴിഞ്ഞാലും അതിന് മാക്സിമം ലെവലിൽ ആ ഒരു ശരീരം, ഒരു വ്യക്തി എന്നുള്ളതൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് വേണം. അങ്ങനെയുള്ളതിനെയാണ് കൃത്യമായ ആരോഗ്യം എന്ന് പറയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ പലർക്കും, ഭൂരിപക്ഷം ആളുകൾക്കും ആ ഒരു സംവിധാനത്തിൽ ആരോഗ്യമുണ്ടോ എന്നുള്ള സംശയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യായാമ മുറയുമായി നമ്മൾ അതിരാവിലെ നമ്മൾ 5:45, 6 മണിക്ക് തുടങ്ങി 6:45 കൂടി അവസാനിക്കുകയാണ്. ജീവിതത്തിൽ ഒരു അരമണിക്കൂർ സമയം ഇതിനു വേണ്ടി നീക്കി വെച്ചാൽ വരും ഭാവിയിൽ കുടികളുടെ എണ്ണം കുറയ്ക്കാം, നമ്മുടെ കട്ടിൽ കിടക്കുന്നത് ഇല്ലാതാക്കാം, ആരോഗ്യമുള്ള ഒരു ജനതയായി നമുക്ക് മാറാം. 6 മുതൽ 100 വയസ്സ് വരെ ഈ ഒരു വിഭാവനം ചെയ്യുന്ന രീതിയിൽ 6 മുതൽ 100 വയസ്സ് വരെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഈ പ്രവർത്തനം, നമ്മുടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന ബഹുമാന്യനായ നമ്മുടെ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന PK ബാബുരാജ് വേദിയിലുണ്ട്. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇതിന്റെ വിശിഷ്ട അതിഥിയായി ഇവിടെ വന്നിട്ടുള്ളത് ഇതിന്റെ ഫൗണ്ടർ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറാണ്, ഡോക്ടർ സലാഹുദ്ദീൻ സാർ. അദ്ദേഹത്തെ ആദരപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇതിവിടെ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി അറക്കൽ ബാബ സാർ, ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
കേരളത്തിന്റെ പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ, ഇന്ത്യയിലും അതുപോലെ സൗദി ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ ഒരുപാട് യൂണിറ്റുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എതിർപ്പുകൾ വരുന്നുണ്ട്, അത് നമ്മൾ കാണാതിരിക്കാൻ വയ്യ. പക്ഷേ അതൊക്കെ ഇത് മനസ്സിലാക്കുന്ന ആളുകൾ, ഈ യോഗാസനത്ത് വന്ന്, ഈ വ്യായാമ പരിശീലന സ്ഥലത്ത് വന്ന് ഇത് മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എതിർപ്പിനും പ്രസക്തിയില്ല എന്നുള്ളത് ഇവിടെ തെളിയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതുപോലെ നമ്മുടെ വേദിയിൽ പങ്കെടുക്കുന്ന മറ്റൊരു വിശിഷ്ട അതിഥി UK മുഹമ്മദ് ഇഷ അവർകളാണ്. അദ്ദേഹം നേരത്തെ എനിക്ക് പരിചയമുള്ള ആളാണ്, കൊണ്ടോട്ടി മുനിസിപ്പൽ കൗൺസിലറായ ആളാണ്. ഇതിന്റെ വൈസ് ക്യാപ്റ്റൻ, അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർമാര്, നമ്മുടെ നെജിമ ബേബി ഇവിടെ വേദിയിലുണ്ട്, 3ാം വാർഡ് മെമ്പർ, അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിൽ എല്ലാ രീതിയിലും നമ്മോട് ഇതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തിരുന്ന നമ്മുടെ നിലവിലെ വാർഡ് മെമ്പർ, 4ാം വാർഡിലെ മെമ്പർ സുലൈമാൻ എന്ന നാണിയപ്പൂനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ 1ാം മൈലിലെ വാർഡ് 9ലെ മെമ്പർ NC അഷ്റഫ്, അദ്ദേഹം വേദിയിലെത്താനുണ്ട്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ 10ാം വാർഡ് മെമ്പർ ഷക്കീന ഷുക്കൂർ വേദിയിലുണ്ട്, അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന തുടക്കം നിന്ന് വന്ന ആളുകളൊക്കെ വേദിയിലുണ്ട്. ഇതിന്റെ തുടക്കം നിന്ന് വന്ന മമ്മൂട്ടി, നാസർ ഉൾപ്പെടുന്ന ടീം, അതുപോലെ മുണ്ടക്കുളത്ത് നിന്ന് കോർഡിനേറ്റർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ, പറപ്പൂർ KB അബു, അഷ്റഫ് ഹാജി തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ന ആളുകൾ, വെള്ളേരി യൂണിറ്റിൽ നിന്ന് അബൂബക്കർ ഉൾപ്പെടുന്ന ടീം, സെക്കൻഡ് സൗത്തിൽ മക്സവന്റെ ഭാരവാഹികൾ, MKH പുറ്റമണയിൽ നിന്ന് വരുന്ന ഭാരവാഹികൾ, പാലക്കാട് സ്കൂൾ പറമ്പിൽ നിന്ന ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ, തവനൂർ 1ാം മൈലിൽ നിന്ന് വന്ന ബന്ധപ്പെട്ട ആളുകൾ, ഇവിടെയുള്ള ആളുകൾ, ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാട്ടുകാരായ ഈ മാക്സിമം ചെയ്യുന്ന എല്ലാ സഹോദരന്മാര്, വേദിയിൽ ഒരുപാട് ആളുകളെ പേര് പറയേണ്ടത് എനിക്കറിയാം, സമയം വൈകുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡാക്കുന്നത്. എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാം. ഇവിടെ വേദിയിൽ ജനപ്രതിനിധികളൊക്കെ എല്ലാവരും ഇരിക്കുന്നുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. എല്ലാവരെയും വേദിയിരിക്കുന്ന പ്രാർത്ഥനയിലെ കുട്ടികളുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരെയും ഈ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപകൻ എന്നുള്ള നിലക്കും, അതുപോലെ ഈ ചടങ്ങിൽ ബന്ധപ്പെട്ട ഒരാൾ എന്നുള്ള നിലക്കും എല്ലാവരെയും ഹാർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനനായ നമ്മുടെ പ്രിയങ്കരനായ വാർഡ് മെമ്പർ നാണിയാപ്പുവിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പ്രസംഗം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉദ്ഘാടന ചർച്ച ചെയ്യാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി പ്രസിഡന്റ് ക്ഷണിക്കുന്നത്. സ്നേഹം നിറഞ്ഞ നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ഈ വാർഡിൻ്റെ മെമ്പർ, ഈ വ്യായാമ മുറയിൽ പങ്കാളിയായ എൻ്റെ സ്നേഹം നിറഞ്ഞ നാണിയപ്പൂ, അതുപോലെ ഈ സംരംഭത്തിന് തുടക്കം കുറിച്ച നമ്മുടെ ഇന്നത്തെ ചടങ്ങിൻ്റെ വിശിഷ്ടാതിഥി സലാഹുദ്ദീൻ അവർകൾ, ഇത് നമുക്ക് നമ്മുടെ വിശിഷ്ട അതിഥികളായി എത്തിയ ഡോക്ടർ സലാഹുദ്ദീൻ സാറ്, അതുപോലെ UK മുഹമ്മദ് ഷാ വിശിഷ്ട അതിഥികളെ സ്വീകരിക്കുകയാണ്, അവർക്ക് ഉപഹാരം നൽകുകയാണ്. ആദ്യമായിട്ട് ഇതിൻ്റെ ഫൗണ്ടറും അതുപോലെ ക്യാപ്റ്റനുമായ ഡോക്ടർ സലാഹുദ്ദീൻ സാർ, അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിക്കുകയാണ്. ഉപഹാരം നൽകുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ബാബുരാജ് അവர்களെയും സ്വീകരിക്കുന്നതിന് വേണ്ടി സലാഹുദ്ദീൻ സാറെയും ആദരപൂർവ്വം ക്ഷണിക്കുക. അദ്ദേഹത്തെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ഗിഫ്റ്റും അതുപോലെ ഷാള് അണിയിക്കുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബുരാജ് അവർകളാണ് അദ്ദേഹത്തെ ഷാൾ അണിക്കുന്നത്. ഗിഫ്റ്റും അദ്ദേഹം തന്നെയാണ് നൽകിയത്. ബഹുമാനനായ സലാഹുദ്ദീൻ സാർ ഇതിൻ്റെ ഫൗണ്ടറാണ്, ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ സംഭാവന പരിഗണിച്ചുകൊണ്ടാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന്
ഡോക്ടറേറ്റ് നൽകിയിട്ടുള്ളത്. അതുപോലെ കർമ്മശ്രേഷ്ഠ അവാർഡ് അദ്ദേഹത്തെ ഇന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പോവുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതുപോലെ ഇനി നമ്മളെ ആദരിക്കുന്ന മറ്റൊരു വ്യക്തിത്വം UK മുഹമ്മദ് ഷാ. അദ്ദേഹമാണ് ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് ഇവിടെ വന്ന് നമുക്ക് ഈ ട്രെയിനിങ്ങിന് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. സോൺ 1 ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആദരിക്കുന്നത് ബഹുമാന്യനായ വാർഡ് മെമ്പർ സുലൈമാൻ നാണിയാപ്പൂവാണ്. സുലൈമാൻ നാണിയാപ്പൂവിനെ ആദരപൂർവ്വം ക്ഷണിക്കുക. നമുക്ക് നമ്മുടെ വിശിഷ്ട അതിഥികളെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വേറെ പരിപാടിയിൽ സംബന്ധിക്കുകയാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ സലാഹുദ്ദീൻ സാറിനെ അതിന് പുറം ക്ഷണിക്കുക. പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ് എവരിബഡി. നമസ്കാരം. വേദിയിലെ ബഹുമാന്യനായ മുതലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബുരാജ് സാർ, വൈസ് ക്യാപ്റ്റൻ ശ്രീ മുഹമ്മദ് ഷാ, വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മെക്സോൺ ലീഡേഴ്സ്, പഞ്ചായത്ത് കൗൺസിലേഴ്സ്, ലേഡീസ് മെമ്പേഴ്സ്, അടുത്ത പ്രദേശങ്ങളിലെത്തിയ എൻ്റെ പ്രിയപ്പെട്ട മെക്സോൺ ലീഡേഴ്സ്, ട്രെയിനേഴ്സ്, കോർഡിനേറ്റേഴ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ആദ്യമായിട്ട് ഞാൻ അറിയിക്കുന്നു. വളരെ നല്ല രീതിയിലാണ് നമുക്ക് മെക്സോൺ വ്യായാമം ഇന്നിവിടെ രാവിലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ലീഡേഴ്സിനും, കോർഡിനേറ്റേഴ്സ്, സലാം മാസ്റ്റർക്കും മുണ്ടിലാക്കൽ തവനൂരിൻ്റെ 100ാം ദിന ആഘോഷ പരിപാടികൾ ഇത്ര ഗംഭീരമായിട്ട് അവർക്ക് അറേഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒഫീഷ്യൽ ഇനാഗ്രേഷൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യുകയുണ്ടായി. ഇതിലെല്ലാ സാരഥികൾക്കും ആദ്യമായി എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്. മെക്സവൻ അതിന്റെ വളർച്ച വളരെ അത്ഭുതപൂർവമായുള്ള വളർച്ചയാണ് മെക്സവന് കഴിഞ്ഞ 2 വർഷമായിട്ട് നാം കാണുന്നത്. എന്താണ് ഇതിന്റെ വിജയരഹസ്യം? ജനങ്ങളാണ് ഇത് വളർത്തിക്കൊണ്ടിരുന്നത്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ പാടെ മുക്തമാകുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് മെക്സവനിൽ വ്യായാമം ചെയ്യുന്ന ഏതൊരാൾക്കും പറയാനുള്ളത്. പ്രമേഹമാകട്ടെ, കൊളസ്ട്രോൾ ആകട്ടെ, ഫാറ്റി ലിവർ ആകട്ടെ, അതുപോലെ തന്നെ BP, ബ്ലഡ് പ്രഷർ, യൂറിക് ആസിഡ് തുടങ്ങി കൈകാലുകൾക്ക് തരിപ്പ്, അങ്ങനെ 100 കണക്കിന് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന, നിരന്തരം മരുന്നുകളുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് ആ മരുന്നുകളിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ മുക്തി നേടി പൂർണ്ണമായിട്ടും ആരോഗ്യകരമായിട്ടുള്ള ജീവിത രീതിയിലേക്ക് വരാൻ സാധ്യമായി എന്നുള്ളതാണ് മെക്സവന്റെ വിജയം. ആ ഒരു വിജയം മൗത്ത് ടു മൗത്ത് പബ്ലിഷ് ചെയ്യുകയും അതങ്ങനെ ഓരോ ജനങ്ങളും ഓരോ നാട്ടിലെ ആളുകൾ ഏറ്റെടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ മുണ്ടിലാക്കൽ തവനൂരും ഇവിടെ ഒരു പുതിയ ബ്രാഞ്ച് ആരംഭിച്ചിട്ടുള്ളത്. ഏതായാലും മുണ്ടിലാക്കൽ തവനൂർ ഭാഗത്തുള്ള ഏകദേശം 100-200ഓളം ആളുകൾക്ക് ഇപ്പോൾ അവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യം മാത്രമല്ല, നമുക്ക് പൂർണ്ണമായിട്ടും മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം കൂടെ, സന്തോഷം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് വ്യായാമം ചെയ്യുമ്പോൾ ലഭ്യമാണെന്നുള്ള തിരിച്ചറിവ് എല്ലാവരും കിട്ടിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടത് ഈ രീതിയിലുള്ള ഒരു വലിയ മുന്നേറ്റമാണ്. ഓരോ ഗ്രാമാന്തരങ്ങളിലും പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുരാജ് സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത്തരം ക്ലബ്ബുകൾ, മെക്സവന്റെ ക്ലബ്ബുകൾ ആവിർഭവിക്കുകയാണെങ്കിൽ ഓരോ പഞ്ചായത്തിൽ നിന്നും ഓരോ വർഷവും 50 ലക്ഷത്തിൽ പരം രൂപയാണ് മെഡിസിനും മറ്റ് അനുബന്ധ ചെലവുകൾക്കും വേണ്ടി ചെലവഴിക്കുന്നത്. ആ ചെലവുകളൊക്കെ തന്നെ അവർക്ക് മാറ്റി മറ്റ് കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാൻ ചെയ്യാൻ സാധ്യമാണ് 1, 2, 3 വർഷം കൊണ്ട് എന്നുള്ളതാണ് സത്യം. എത്ര രൂപ ചെലവഴിക്കുന്നത്? വലിയൊരു എമൗണ്ട് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കും. ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുന്നത്, മെഡിസിനും അനുബന്ധ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരം ഫണ്ടുകൾ മറ്റ് വികസന രീതിയിലേക്ക് മാറ്റാൻ സാധ്യമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും വ്യായാമ രീതിയിലേക്ക് വന്ന് മാറിക്കഴിഞ്ഞാൽ അത്തരം മരുന്നുകൾ വേണ്ടിയിട്ടില്ല. ഡാറ്റ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം 9,000 കോടി രൂപയുടെ മരുന്നുകൾ വാങ്ങുന്നുണ്ട് ഗവൺമെന്റ്.
ഈ ഒരു സംവിധാനം ആരോഗ്യമേഖലയ്ക്ക് വേണ്ടി. അതേസമയം റേഷന് ഗവൺമെന്റ് ചെലവഴിക്കുന്നത് 3000 കോടിയാണ്. അത്രയും വലിയ അന്തരം മരുന്നുകളാണ്, അതിന്റെ 3 ഇരട്ടി മരുന്നുകളാണ് കേരളത്തിൽ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരമൊരു ഡാറ്റയിൽ നിന്ന് നമുക്ക് ഇത്തരം ക്ലബ്ബുകൾ വരുന്നതിൽ കൂടെ എല്ലാവരും വ്യായാമത്തിലേക്ക് ഒരു 15-25 മിനിറ്റ് ചെലവഴിക്കുന്നതിൽ കൂടി പൂർണ്ണമായിട്ടും ആരോഗ്യത്തിലോട്ട് തിരിച്ചെത്തുന്ന ഒരു രീതി നമുക്ക് സാധ്യമാണ് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധ്യമായിട്ടുണ്ട്. മെക്സവൻ വിജയം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ഒരു ക്യാഷ് പോലും വാങ്ങാതെ വളരെ ഫ്രീ ആയിട്ടാണ്, വളരെ ലളിതമാണ്, കുറഞ്ഞ സമയമാണ്, എന്നാൽ കൂടുതൽ മെച്ചമാണ്. ഈ 2-3 ഫാക്ടറാണ് മെക്സവനെ വിജയത്തിലേക്ക് എത്തിച്ചത്. ഒരു പ്രയാസമില്ല. 6 വയസ്സുകാരനും 100 വയസ്സുകാരനും ഇവിടെ ഗ്രൗണ്ട് കെട്ടാൻ പറ്റിയെങ്കിൽ അവർക്കൊക്കെ ചെയ്യാവുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു വ്യായാമ രീതിയാണ് മെക്സവൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ജാതി, മത, വർഗ, വർണ്ണ ഭേദമന്യേ തൊഴിൽ വ്യത്യാസമില്ലാതെ പണമുള്ളവനോ ഇല്ലാത്തവനൊന്നില്ലാതെ ഒരു സമൂഹത്തിൽ എല്ലാ ആളുകൾക്കും ഈ പ്ലാറ്റ്ഫോം ഓപ്പൺ ആണ്. ഇവിടെ ആരും അറ്റൻഡൻസ് എടുക്കാറില്ല, ആര് വന്നു ആര് പോയി ചോദിക്കാറില്ല. അവരെ സൗകര്യത്തിന് വരുന്നു, ചെയ്യുന്നു, പോകുന്നു. അങ്ങനെ പേര് ചോദിക്കാതെ നമ്മൾ എല്ലാവരും ഇവിടെ വരുന്നു, ചെയ്യുന്നു, പോകുന്നു. അത്രയും ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിട്ട് നടത്തുന്ന ഒരു സംവിധാനമാണ് മെക്സവൻ. അതുകൊണ്ട് തന്നെയാണ് ഇത് ജനങ്ങൾ ഹൃദയപൂർവ്വം ഏറ്റെടുത്തിരിക്കുന്നത്. ജനങ്ങൾ തന്നെയാണ് ഇതിന്റെ വക്താക്കൾ. അവരാണ് ഇത് മറ്റു ഭാഗങ്ങളിലേക്ക്, പഠിച്ച ആളുകൾ അത് മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ജനങ്ങൾ തന്നെയാണ്. ഇതൊരു വലിയ ജനനന്മയാണ്, ജീവകാരുണ്യ പ്രവർത്തനമാണ്. ആ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ ഇതിലേക്ക് കൂട്ടമായി എത്തുന്നത്. അവരവരുടെ ശരീരത്തിന് വേണ്ടി ചെയ്യുന്ന വ്യായാമം പോലും അതൊരു കാരുണ്യ പ്രവർത്തനമാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ ശരീരത്തിനകത്തുള്ള അവയവങ്ങൾക്ക് വേണ്ടുന്ന വ്യായാമം കൊടുക്കുന്നതിൽ കൂടെ മെക്സവൻ അതിബൃഹത്തായ എക്സസൈസ് ആണ്. കാരണം നിങ്ങൾക്ക് ഇന്നർ ഓർഗൻസിന് കൂടി, നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് കൂടിയുള്ള വ്യായാമം നമ്മൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക് കിട്ടി അതിന്റെ ഗുണം ലഭിക്കുന്നുണ്ട്. കിഡ്നിക്കും പാൻക്രിയാസിനും ഹെർട്ടിനും ലിവറിനൊക്കെ തന്നെ ഇതിന്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മുക്തമാൻ പര്യാപ്തമായിട്ടുള്ള ഒരു രീതിയാണ് മെക്സവൻ. അത് വളരെ വേഗം ജനങ്ങൾ ഏറ്റെടുത്തു, കാട്ടുതീ പോലെ മുന്നോട്ട് പോയി. അത് തന്നെയാണ് എന്റെ വിജയം. വിമർശകരുണ്ട് നമുക്ക് മെക്സവൻ എങ്ങനെയാണ് ഈ സംവിധാനം എത്രയും പെട്ടെന്ന് വലുതായി വരുന്നതെന്ന് വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ ഏതെങ്കിലും സെന്ററിൽ പോയിട്ട് ഒരു 2 ദിവസമെങ്കിലും ചെയ്തതിനു ശേഷം വിമർശനം ഉന്നയിക്കണം എന്നാണ് എനിക്ക് പറയാൻ താല്പര്യപ്പെടുന്നത്. ഇത് വന്നിട്ട് നിങ്ങൾ കാണുക, ഇതെന്താണ് സംവിധാനം തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വിമർശിക്കാം, ഒരു പ്രയാസമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിനകത്ത് ഏകദേശം 1000-800 സെന്ററുകളുണ്ട്. എവിടെ വേണമെങ്കിലും അവർക്ക് പോകാം, നോക്കാം. കോഴിക്കോട് ബീച്ചിനകത്തുണ്ട്, മാനാഞ്ചിറയുണ്ട്, എല്ലാ സ്ഥലത്തും ഓപ്പണാണ്. ആളുകൾ വരുന്നു, ചെയ്യുന്നു, സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. ഇന്ന് കേരളത്തിൽ ഇതെല്ലായിടത്തും എത്തിച്ചേരുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് വൃദ്ധസദനങ്ങളുടെ ആവശ്യം ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് പറയാൻ സാധ്യമാണ്. വൃദ്ധസദനം എപ്പോഴാണ് ആവശ്യം വരിക? നമുക്ക് നമ്മുടെ കൈകാലുകളെ ചലിപ്പിക്കാൻ കഴിയാതെ, സ്വന്തം ശരീരത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ പ്രയാസപ്പെടുമ്പോഴൊക്കെയാണ്. നിങ്ങൾ പൂർണ്ണമായിട്ട് ആരോഗ്യവാനാണോ? നിങ്ങളെ ആരും തഴയില്ല. നിങ്ങൾ പൂർണ്ണമായിട്ട് ആരോഗ്യവാനാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമാണ്. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ടാവും, വീട്ടുകാരുണ്ടാവും, നാട്ടുകാരെല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ടാവും. ആ ഒരു സാധ്യത മെക്സവൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രായം 60, 70, 80 ആവട്ടെ, പക്ഷേ നിങ്ങളുടെ പ്രായത്തെ വെല്ലുന്ന രീതിയിൽ നിങ്ങൾ ആരോഗ്യത്തെ പിടിച്ചു നിർത്തി ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാണ് എന്ന് മെക്സവൻ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. മെക്സവന്റെ തിയറി വളരെ ലളിതമാണ്. ശരീരത്തിനകത്തോട്ട് ഓക്സിജൻ കൊടുത്തുകൊണ്ട് ശരീരത്തിലെ പേശികളെ, മസിലുകളെ ബലപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള എല്ലാ പേശികളും, ഒരുപാട് പേശികൾ ശരീരത്തിനകത്ത്, സെല്ലുകൾ 37.20 ട്രില്യൺ സെല്ലുകൾ ഉണ്ട് ശരീരത്തിനകത്ത്. ഈ സെല്ലുകളിൽ ഒരു ബഹുഭൂരിപക്ഷം സെല്ലുകൾ എന്ത് ചെയ്യും? ഒരു 50-60 വയസ്സാകുമ്പോൾ ആ സെല്ലുകളൊക്കെ തന്നെ ഇനാക്റ്റീവ് ആവും, നിർജീവമാവും. ആ സമയത്ത് ഇത്തരം വ്യായാമത്തിലേക്ക് വരുന്ന സമയത്ത് ഈ സെല്ലുകളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നത്? നമ്മളെടുക്കുന്ന ബ്രീത്തിങ് വഴി എടുക്കുന്ന ഓക്സിജൻ വഴി ബ്ലഡിന്റെ ന്യൂട്രീഷനോട് കൂടി നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ശരീരം വീണ്ടും എന്ത് ചെയ്യുന്നത്? ഈ ഇനാക്റ്റീവ് ആയ സെല്ലുകളൊക്കെ തന്നെ വീണ്ടും റീചാർജിങ് ആവുകയാണ്. അതാണ് അതിന്റെ തിയറി. അങ്ങനെ റീചാർജ് ആവുകയും നിങ്ങളുടെ ശരീരത്തിനകത്ത് വീണ്ടും പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് 60-70 വയസ്സാകട്ടെ, പക്ഷെ നിങ്ങൾക്ക്
ഒരു 40 വയസ്സുകാരനെ 30 വയസ്സുകാരനെ പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്റ്റാമിന നിങ്ങൾ ശരീരത്തിനകത്ത് റീബിൽഡ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇത് റീബിൽഡ് ചെയ്തെടുക്കുന്നത്. പ്രായത്തെ വെല്ലുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്റ്റാമിനയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ശേഷിയും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാണ്. അപ്പോ നിങ്ങളെല്ലാവരും തന്നെ ഇതിന്റെ വക്താക്കളാണ്, ഗുണഭോക്താക്കളാണ്. തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിൽ കൂടി പകർന്നുകൊണ്ട് ഈ നന്മ ഒരു വലിയ ദൗത്യമായിട്ട് ജീവകാരുടെ പ്രവർത്തനമായി നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ഓരോ വ്യക്തികളും പ്രയാസപ്പെടുന്ന ആളുകളെ അവർ ഈ ഒരു പ്ലാറ്റ്ഫോം എത്തിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ആരോഗ്യം പതുക്കെ തിരിച്ചു പിടിക്കാവുന്നതാണ്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമുക്ക് വേണ്ടത് ഡയാലിസിസ് സെന്ററുകളോ പാലിയേറ്റീവ് കെയറുകളോ വൃദ്ധസദനമോ അല്ല. ഉള്ളത് അവിടെ നിൽക്കട്ടെ. ഇനിയും കൂടുതൽ ഡയാലിസിസ് സെന്ററുകൾ ഉണ്ടാവാതെ സൂക്ഷിക്കാനും ഉള്ളതിൽ തന്നെ ആളുകൾ പോകാതിരിക്കാനും നമുക്ക് വേണ്ട മെക്സൻ പോലുള്ള സെന്ററുകളാണ്. ഇത്തരം സെന്ററുകൾ എല്ലാ ഭാഗങ്ങളും ഉയർന്നു വരികയെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യ രംഗത്ത് വൻ കുതിച്ചുചാട്ടം തന്നെ നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ സാധ്യമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കേരളമായിരിക്കാം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ എവിടെയെന്ന് ചോദിച്ചാൽ മലബാർ ആയിരിക്കാം. കാരണം ഏറ്റവും കൂടുതൽ രോഗം അനുഭവിക്കുന്നത് മലബാർ ഏരിയയിൽ. കാരണം കുത്തഴിഞ്ഞ ഭക്ഷണ രീതി തന്നെയാണ് അതിന്റെ മുഖ്യ കാരണം. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നിന്ന് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ഹോസ്പിറ്റലുകളിൽ നമ്മുടെ ഡാറ്റ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? അത് വലിയ റാങ്ക് അല്ല, മോശപ്പെട്ട ആരോഗ്യസ്ഥിതിയാണ് ഏറ്റവും കൂടുതൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഏറ്റവും കൂടുതൽ മോശപ്പെട്ട ഏരിയ അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് ഏറ്റവും പൂർ പൊസിഷൻ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. കാരണം ആളുകൾക്ക് അവിടെ രോഗികളാണ്. അപ്പൊ ആ രീതിയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും പ്രായഭേദ്യം തന്നെ 60, 70, 80, 90 ആകട്ടെ, പക്ഷെ നിങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടി നിങ്ങൾ ശരീരത്തെ ചലിപ്പിക്കാനുള്ള കഴിവ് ശേഷി തിരിച്ചു പിടിക്കാവുന്ന മെക്സൺ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. നിങ്ങൾ വേണ്ടത് ജീവിതത്തിന്റെ ഒരു 24 മിനിറ്റ്, നിങ്ങൾക്കുള്ളത് 1440 മിനിറ്റ് ആണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. അതിന്റെ 2% തന്നെ 28 മിനിറ്റ്. അത് നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആരോഗ്യത്തോടെ ജീവിതാന്ത്യം വരെ നിങ്ങൾക്ക് എത്ര തന്നെ നിങ്ങൾക്ക് ആയുസ് ഭഗവാൻ ദൈവം തരുന്നതാണ്. ആ ആയുസിനനുസരിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മറ്റുള്ളവരെ പല സഹായം തേടാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാണ്. തീർച്ചയായിട്ടും ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ, സുന്ദരമായ പ്രഭാതങ്ങളിൽ ഇവിടെ എത്താനും നിങ്ങളുടെ കൂടെ വ്യായാമം ചെയ്യാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ആരോഗ്യത്തിലുള്ള ആയുസ് കിട്ടട്ടെ എന്ന് നൽകി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും, എസ്പെഷ്യലി നമ്മുടെ ഉദ്ഘാടകൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുരാജ് സാർ, അദ്ദേഹത്തിന്റെ ടീമാംഗങ്ങൾ, എല്ലാ മെമ്പേഴ്സിനും, അതേപോലെ തന്നെ മെക്സൺ മുണ്ടിലാക്കൽ തവനൂരിന്റെ എല്ലാ സാരഥികൾക്കും, അതിന്റെ ലീഡേഴ്സ് കോർഡിനേറ്റ് ഈ ഒരു പ്രോഗ്രാം നടത്തിപ്പിന് വേണ്ടി ഒരുപാട് ആളുകൾ ഇതിന്റെ ബാക്കിൽ നിരന്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ മാത്രമേ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ കഴിയുള്ളൂ. എല്ലാ അതിന്റെ കോർഡിനേറ്റേഴ്സ്, അതിന്റെ പ്രോഗ്രാം കമ്മിറ്റി ഉണ്ടാവും, ഫുഡ് കമ്മിറ്റി ഉണ്ടാവും. എല്ലാവർക്കും എന്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും വിജയങ്ങളും നേരുകയാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഒരുപാട് സന്തോഷമുണ്ട്. മഴയുടെ ആകാംക്ഷക്കിടയിലും അതുപോലെ ഒരുപാട് തിരക്കുള്ള നമ്മുടെ ലീഡേഴ്സ് ഇവിടെ എത്തിച്ചേരും. ഇങ്ങനെ ഒരുപാട് ആശങ്കകൾക്കിടയിലും നമ്മുടെ പരിപാടി വളരെ ഭംഗിയായി തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. സന്ദർഭോചിതമായി 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇവിടെ എന്റെ ഭാര്യ ഗ്രൗണ്ടിന് നടുവിൽ നിന്നുകൊണ്ട് മോന് ട്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേവലാതിയിലാണ്. അപ്പൊ നമ്മൾ പലരും ഈ ഒരു സാഹചര്യത്തിലാണ്. നമ്മൾ പലരും മക്കളുടെ പിന്നാലെ, മക്കളോടുള്ള ഉത്തരവാദിത്വം, കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം, ഇങ്ങനെ പല ഉത്തരവാദിത്വത്തിനുള്ള ഓട്ടത്തിനിടയിലാണ് നമ്മൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മളോട് തന്നെയാണ് എന്നാണ്. ഒന്നാമത്തെ ഉത്തരവാദിത്വം നമുക്കുള്ളത് നമ്മളോട് തന്നെയാണ്, നമ്മുടെ ശരീരത്തോടാണ്. 2 വർഷം മുന്നേ പാലിയേറ്റീവിന് ആദ്യമായി മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് രൂപീകരിച്ചപ്പോൾ അവർക്കൊരു വാഹനം ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്നാണ് വാഹനം വാങ്ങി നൽകിയത്. ആ അവസരത്തിലും അതിന്റെ സാരഥിയായിരുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരോട് ഞാൻ പറഞ്ഞിരുന്നു, ആ ചാവി കൈമാറിയത് വിനീതനായ ഞാൻ തന്നെയാണ്. ആ സമയത്ത് സൂചിപ്പിച്ചിരുന്നു, 2 or 3 വാഹനങ്ങൾ ഉണ്ടാവുമ്പോൾ, 2 വാഹനങ്ങൾ രോഗികൾക്ക് ശുശ്രൂഷ നൽകാൻ ഓടുമ്പോൾ
ഒരു വാഹനം ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഓടേണ്ടത് എന്ന് ബോധവൽക്കരണം വളരെ പ്രധാനമാണ്. അല്ലാതെ നമ്മൾ യാതൊരുവിധ ശ്രദ്ധയും ഇല്ലാതെയാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളിത് യാതൊരുവിധ ശ്രദ്ധയും ഇല്ലാതെ നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നമ്മൾ ചാടാൻ ഒരുങ്ങിയിട്ട് കാര്യമില്ല. നമ്മൾ പ്രാർത്ഥന കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടൂല. അല്ലെങ്കിൽ നമ്മൾ പലരും കീഴ്ശേരിയിൽ നിന്ന് അരീകോട്ടേക്കുള്ള ബസ്സിൽ കയറിയിരുന്ന് കൊണ്ടോട്ടിയിലേക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണ്. യഥേഷ്ടം വാരി വലിച്ച് തിന്നുക, അതുപോലെ യാതൊരു വ്യായാമ മുറകളും ഇല്ലാതെ നമ്മളുടെ ഈ ജീവിതത്തിന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് ഈ മെക്സവൻ എന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് തന്നെയാണ് ഇതിന്റെ ഈ വളർച്ച. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ വൈകിയ വേളയിൽ ഇവിടെ ഒരുപാട് വ്യക്തികൾക്ക് പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട്. നമ്മുടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ മെമ്പർമാര്, സർവോപരി നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനും ഈ ഒരു സംവിധാനത്തിന്റെ ഉപജ്ഞാതാവുമായിട്ടുള്ള നമ്മുടെ സലാഹുദ്ദീൻ സാറ്, അതുപോലെ മുഹമ്മദ് ഇസ സാറ്, സർവോപരി ഞങ്ങൾ പ്രത്യേകം എടുത്ത് നന്ദി പറയേണ്ടത് ഈ മുണ്ടലാക്കൽ പ്രദേശത്തെ മെക്സവൻകാർ പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കീഴ്ശേരി യൂണിറ്റിനോടാണ്. കാരണം അവരുടെ ഒരു നിർബന്ധം, അവരുടെ ഒരു ശക്തമായ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ ഒരു യൂണിറ്റ് രൂപീകരിക്കാൻ കഴിഞ്ഞതും അത് ഈ രൂപത്തിൽ ഇന്ന് സ്ത്രീകളും പുരുഷന്മാരുമായി ഏകദേശം 150ഓളം ആളുകളിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് 100 ദിവസം കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞതും ഞങ്ങളുടെ ഒരു മാസത്തോളം ഞങ്ങളെ പൂർണ്ണമായി പിന്തുടർന്ന് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുകളും നൽകി ഞങ്ങൾ സ്വയം പര്യാപ്തരായി എന്ന് ബോധ്യം വന്നതിന് ശേഷമാണ് അവർ ഞങ്ങളെ വിട്ടു പോയിട്ടുള്ളത്. ഇന്നും അവരുടെ നിരന്തരമായ ശ്രദ്ധ ഞങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് അവർക്കും, അതുപോലെ ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വിവിധ മെക്സവൻ യൂണിറ്റുകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള അതിന്റെ ഭാരവാഹികൾക്കും, അതുപോലെ ഇവിടെ പാട്ടുപാടിയ കുട്ടികൾ, അതുപോലെ ഇത് വീഡിയോ ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ നാട്ടുകാരനും യൂട്യൂബറുമായിട്ടുള്ള നാസർ, അതുപോലെ ഈ സ്കൂൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും സ്കൂളിലെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് പൂർണ്ണമായി വിട്ടു തന്നുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന ഇതിന്റെ മാനേജ്മെന്റ്, പ്രത്യേകിച്ചും ഹെഡ് മാസ്റ്റർ സലാം സാർ, അതുപോലെ ഇപ്പോൾ ഞങ്ങൾ 2 യൂണിറ്റായി മാറിയപ്പോൾ സ്ത്രീകൾക്ക് ഇവിടെ വിട്ടു നൽകിക്കൊണ്ട് ഞങ്ങൾ ABC ഓഡിറ്റോറിയത്തിലേക്ക് മാറുകയുണ്ടായി. അതും പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് വിട്ടു തന്നിട്ടുള്ള ABC ഓഡിറ്റോറിയം മാനേജ്മെന്റ്, അതുപോലെ ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് പേരെ പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിക്കുകയാണ്. നന്ദി, നന്ദി, നന്ദി. ജയ് ഹിന്ദ്.